ഹായ് ഫ്രണ്ട്സ്, പ്രേമലു ഒരു കംപ്ലീറ്റ് പെർഫെക്റ്റ് യൂത്ത് ന്യൂ ജനറേഷൻ റൊമാൻറ്റിക് കോമഡി എന്റർടൈനർ. അതാണ് ഒറ്റ വാക്കിൽ പ്രേമലുവിനെ കുറിച്ച് പറയാനുള്ളത്. ഇതിന്റെ സംവിധായകൻ ഗിരീഷ് അടിയുടെ മുൻപത്തെ രണ്ട് പടങ്ങൾ, ഒന്ന് തണ്ണീർമത്തൻ ദിനങ്ങൾ സ്കൂൾ ബേസ്ഡ് ലവ് സ്റ്റോറി, രണ്ട് സൂപ്പർ ശരണ്യ കോളേജ് ബേസ്ഡ് ലവ് സ്റ്റോറി, മൂന്നാമത്തെ പ്രേമലു കോളേജ് കഴിഞ്ഞ ശേഷമുള്ള ലവ് സ്റ്റോറി. അങ്ങനെ ഒരു പാറ്റേൺ ഗിരീഷ് അടി ഫോളോ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മൂന്ന് പടങ്ങൾ എടുത്താലും നമുക്ക് കോമൺ ആയുള്ള ചില സംഭവങ്ങൾ കാണാൻ സാധിക്കും. ഒന്ന് നസ്ലൻ കെ ഗഫൂർ തന്നെ. ഒന്നാമത്തെ തണ്ണീർമത്തൻ ദിനങ്ങളിൽ സപ്പോർട്ടിംഗ് ആക്ടറായിരുന്നു, രണ്ടാമത്തെ സൂപ്പർ ശരണ്യയിലും സപ്പോർട്ടിംഗ് ആക്ടറായിരുന്നു, ഇപ്പൊ പ്രേമലൂരിൽ ലീഡാണ്. പിന്നെ മൂന്ന് പടങ്ങളിലുള്ള അത്യാവശ്യം ടോക്സിക് ആയുള്ള മെയിൽ ക്യാരക്ടേഴ്സ്. തണ്ണീർമത്തൻ ദിനങ്ങളിൽ വിനീത് ശ്രീനിവാസ് ചെയ്ത ക്യാരക്ടർ, രണ്ടാമത്തെ സൂപ്പർ ശരണ്യയിൽ അജിത് മേനൻ എന്നുള്ള ഒരു സ്പൂഫ് ക്യാരക്ടർ, ഇവിടെ പ്രേമലൂരിൽ ശ്യാം മോഹൻ അവതരിപ്പിക്കുന്ന ആദി എന്നുള്ള ക്യാരക്ടർ. അങ്ങനെ ചില കോമൺ സ്വഭാവമുള്ള സംഭവങ്ങൾ അദ്ദേഹം ഫോളോ ചെയ്യുന്നതായി കാണുന്നുണ്ട്. ഇനി സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതിലെ പെർഫോമൻസുകളാണ്. ഒന്ന് നസ്ലൻ കെ ഗഫൂർ തന്നെ. അദ്ദേഹത്തിന്റെ ഫിലിമോഗ്രാഫി ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. തണ്ണീർമത്തൻ ദിനങ്ങൾ തൊട്ടിട്ട് ഹോം, കുരുതി, ജോ ആൻഡ് ജോ, സൂപ്പർ ശരണ്യ, 18+, അങ്ങനെ എല്ലാം പ്രോമിസിങ് ആയുള്ള ക്യാരക്ടേഴ്സും നല്ല ഫിലിമുകളും. 18+ കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനോട് പറയുകയുണ്ടായി, ഭാവിയിൽ ഒരു 10 കൊല്ലം കഴിഞ്ഞാൽ ഒരു ഫാമിലിയിലെ ജനപ്രിയ നായകൻ അല്ലെങ്കിൽ ജൂനിയർ ജനപ്രിയ നായകൻ എന്നുള്ള ഒരു ടാഗ് ലഭിക്കാൻ സാധ്യതയുള്ള ഒരു നടനാണ് നസ്ലൻ. അദ്ദേഹം ടൈപ്പ് കാസ്റ്റിംഗ് ആണെന്ന് നമുക്ക് തോന്നുമെങ്കിൽ പോലും കുരുതി, ഹോം ഇതിലെ പെർഫോമൻസ് ഒന്ന് എടുത്തു നോക്കിയാൽ മതി. അങ്ങനെ ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടേണ്ട ഒരു നടനൊന്നുമല്ല നസ്ലൻ. ഭാവിയിൽ കുറെ കൂടി ചാലഞ്ചിങ് ആയ റോളുകളും അദ്ദേഹം ചെയ്യുമെന്ന് വിചാരിക്കാം. എന്തൊക്കെ പറഞ്ഞാലും പ്രേമലൂലെ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് അതിഗംഭീരം. കോമഡി ടൈമിംഗ് ആയിക്കോട്ടെ, ഇമോഷണൽ സീനൊക്കെ കുറച്ചേ ഉള്ളൂ, അതും നന്നായി ചെയ്തിട്ടുണ്ട്. രണ്ടാമത് മമിത ബൈജു. മമിത ബൈജുവിന് ഇവിടെ എന്തും പോകും. അവരുടെ ഫിലിമോഗ്രാഫി എടുത്താൽ ഒരിക്കൽ പോലും വെറുപ്പിക്കുന്ന ഒരു ക്യാരക്ടർ മമിത ബൈജു ചെയ്തില്ല. എന്റർടൈൻമെന്റ്, പ്രണയത്തിന് പ്രണയം, ഇമോഷണൽ സീൻസിന് ഇമോഷണൽ സീൻസ്, പിന്നെ ഫണ്ണി ആയുള്ള സംഭവങ്ങളാണ് അതങ്ങനെ. ഇവിടെ എന്തും പോകും. ഇതിൽ ആന്റി ഹീറോ എന്ന് വിളിക്കാൻ പറ്റുന്ന ആദി എന്നുള്ള ക്യാരക്ടർ ചെയ്ത ശ്യാം മോഹൻ. 18+ൽ നസ്ലനും ശ്യാം മോഹനും തമ്മിലുള്ള ആ ഒരു കെമിസ്ട്രി, ഓപ്പോസിറ്റ് കെമിസ്ട്രിയാണ്. അത് അങ്ങനെ തന്നെ ഇവിടെ ഫോളോ ചെയ്യുന്നുണ്ട്. ആ സീനുകൾ കാണാൻ തന്നെ നല്ല രസമായിരുന്നു. രണ്ടാളും തമ്മിലുള്ള ആ ഒരു ഈഗോ ക്ലാഷ്, പരസ്പരം ചളിവാരി എറിയുന്നത് ഒക്കെ നല്ല രസത്തിലെടുത്തിട്ടുണ്ട്. പിന്നെ സപ്പോർട്ടിങ് ആക്ടേഴ്സ്, സംഗീത് പ്രതാപ് അവതരിപ്പിച്ച ഇവന്റെ കൂട്ടുകാരൻ, നസ്ലന്റെ കൂട്ടുകാരൻ. പണ്ടത്തെ നമ്മൾ ദിലീപിന്റെ ഒരുമിച്ച് സലീം കുമാറോ ഹരിശ്രീ അശോകനോ ഉണ്ടാകുമ്പം അടിമേടിച്ച് കിട്ടുന്ന അങ്ങനെ ഒരു സഹനടനായിട്ടല്ല ഇവിടെ സംഗീത് പ്രതാപ്. നല്ല സപ്പോർട്ടിംഗ് ആയുള്ള ഈക്വൽ സ്ക്രീൻ സ്പേസ് ഉള്ള നടൻ. അതുപോലെ തിരിച്ച് മമിത ബൈജുവിന്റെ ഒരുമിച്ചുള്ള നടി അഖില ഭാർഗവൻ. പൂവനിലും പിന്നെ അയൽവാശിയിലും തോന്നുന്നു ഇവര് മുമ്പ് അഭിനയിച്ചിട്ടുള്ളത്. അതിനുശേഷം നല്ല വേഷം. പിന്നെ ഈ സിനിമയിൽ എനിക്കധികം കണക്ട് ചെയ്യാൻ പറ്റാത്തൊരു വേഷം മീനാക്ഷി അവതരിപ്പിച്ച ഒരു വലിച്ചു നടക്കുന്ന മുടിയൊക്കെ ചുരുള മുടിയാക്കി ഒരു ഭയങ്കര മോഡേൺ ആയുള്ള ഒരു ക്യാരക്ടർ. അത് എനിക്കധികം കണക്ട് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ എല്ലാവരും അങ്ങനെ ആകണമെന്നില്ല, അത് ഓരോടെ ടേസ്റ്റ് പോലെ ഇരിക്കും. അടുത്ത പറയാനുള്ളത് എക്സ്റ്റൻഡഡ് ക്യാമിയോ മാത്യു തോമസിൻ്റെത്. ലിയോയിലൊക്കെ അഭിനയിച്ച് അത്രയും ബ്ലൈൻഡ് ലൈറ്റിൽ നിൽക്കുന്ന നടൻ ഈ ഒരു സിനിമയിൽ അഭിനയിക്കേണ്ട ഒരു കാര്യമില്ല അദ്ദേഹത്തിന്. അങ്ങനെ ഒരു ഇമ്പോർട്ടൻ്റ് റോളോ ഒരു പഞ്ച് ഡയലോഗോ ഒന്നുമില്ല. പക്ഷേ നെസ്ലന്റെയും ഗിരീഷിന്റെയും പടം ആയതുകൊണ്ടായിരിക്കും മാത്യു വന്ന് അത് വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. 18+ൽ മാത്യു എന്ത് ചെയ്തോ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ക്യാരക്ടറാണ് പ്രേമലുവിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇതിന്റെ ലൊക്കേഷൻ, പ്രേമലു എന്ന പേര് കേൾക്കുമ്പോൾ നമുക്കറിയാം തെലുഗു ആണ്. ഹൈദരാബാദിലാണ് ഇതിന്റെ സ്റ്റോറി ബേസ് ചെയ്തിരിക്കുന്നത്. ഹൈദരാബാദിന്റെ ബ്യൂട്ടി അങ്ങനെ തന്നെ വാർത്തയുണ്ട്. പിന്നെ സേലം ഉണ്ട്, കേരളത്തിലെ ചില ലൊക്കേഷനുകളുണ്ട്. പിന്നെ ഒരു യൂത്ത് എന്റർടൈനറിന് വേണ്ട കളർ ടോണ്, സൂപ്പറായുള്ള കളർ ടോണ്, തുടക്കം മുതൽ ഒടുക്കം വരാം നല്ല കളർഫുൾ കളർ ടോണ് സിനിമക്ക് കൊടുത്തിട്ടുണ്ട്. ഈ സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോൾ വലിയൊരു പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു നോർമൽ റൊമാൻറ്റിക് കോമഡി എന്നുള്ള രീതി അല്ലാണ്ട് ഞാൻ അങ്ങനെ ഒരു പ്രതീക്ഷയൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ പടം തുടക്കം മുതൽ ഒടുക്കം വരെ കോമഡി, ഒരു ഇമോഷണൽ ഡ്രാമ എന്നൊക്കെ പറയാൻ ഒരു 2 മിനിറ്റൊക്കെ ഉണ്ടാവും. ഇതേപോലത്തെ റൊമാൻറ്റിക് കോമഡിയിൽ ഇമോഷണൽ ഡ്രാമ, ബ്രേക്കപ്പ് ഒക്കെ വരുമ്പോൾ അത് പടത്തിനെ പിന്നോട്ട് വലിക്കും. തിയേറ്ററിൽ മുംബൈയിലെ വാശിയിലാണ് ഞാൻ കണ്ടത്. തിയേറ്റർ കംപ്ലീറ്റ്ലി പാക്ഡ് ആണ്, ഹൗസ്ഫുൾ. ഒറ്റ ഷോയേ ഉള്ളൂ. എന്നാൽ പോലും മുംബൈയിൽ ആകെ കുറച്ച് ഷോയേ ഉള്ളൂ. അന്വേഷിപ്പിൻ കണ്ടെത്തിന് ഇതിനെക്കാട്ടും ഷോ ഉണ്ടായിരുന്നു മുംബൈ ഷോയിൽ നോക്കുമ്പോൾ. ഇതിൻ്റെ ഒരു ബോക്സ് ഓഫീസ് പ്രഡിക്ഷൻ എനിക്ക് തോന്നുന്നത്
ക്ലാഷ്ലെസ് ആണ്, അന്വേഷിക്കും കണ്ടെത്തുന്നുണ്ട്, അതിനും പോസിറ്റീവ് റിവ്യൂസ് തന്നെയാണ് വരുന്നത്. പക്ഷേ ഇതിന്റെ റെസ്പോൺസ് വരുന്നത് വെച്ചിട്ട് ബഡ്ജറ്റ് എന്തായാലും കുറവായിരിക്കും, കാസ്റ്റിനൊന്നും വലിയ റെമ്യൂണറേഷൻ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ബ്ലോക്ക് ബസ്റ്ററിൽ കുറഞ്ഞ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. അടുത്ത ആഴ്ച ഭ്രമയോഗവും വരുന്നുണ്ട്, തുണ്ടും വരുന്നുണ്ട്. എന്നാൽ പോലും ഇതേപോലുള്ള കോമഡി എന്റർടൈനേഴ്സിന് ഷോ കൗണ്ട് എന്തായാലും ഉണ്ടാവും, അതിൽ സംശയമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ബ്ലോക്ക് ബസ്റ്റർ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഞാൻ ഈ സിനിമക്ക് കൊടുക്കുന്ന റേറ്റിംഗ് 4.5 ഔട്ട് ഓഫ് 5. പക്ഷേ യൂത്തിനല്ലാതെ ഒരു 40 വയസ്സ് കഴിഞ്ഞ ഒരു ഫാമിലിക്കൊക്കെ ഇത് ഇഷ്ടപ്പെടുമെന്ന് ചോദിച്ചാൽ അതിന്റെ സാധ്യത കുറവാണ്.